നമസ്കാരം. ഗതാഗത കരാറുകാരുടെ സമരം അവസാനിപ്പിച്ചു. റേഷൻ വിതരണം ഇന്നു മുതൽ പുനരാരംഭിച്ചു. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം ചെയ്യുന്ന ഗതാഗത കരാറുകാരുടെ സമരമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. 2 മാസത്തെ ബിൽ കുടിശ്ശികയായ 40 കോടിയിൽ പരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സപ്ലൈകോ കൈമാറിയതോടെയാണ് കരാറുകാർ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ റേഷൻ കടകളിൽ സാധനങ്ങളുടെ വിതരണം പുനരാരംഭിക്കും. ബിൽ കുടിശ്ശിക നൽകാത്തതിനാൽ ഈ മാസം 9 മുതലാണ് കരാറുകാർ സമരം ആരംഭിച്ചത്. ബിൽ കുടിശ്ശിക നൽകാനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് സർക്കാർ 50 കോടി രൂപ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അനുവദിച്ചിരുന്നു. എന്നാൽ ട്രഷറി നിയന്ത്രണങ്ങൾ മൂലം അത് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ബിൽ കുടിശ്ശികയാണ്. ഏപ്രിലിലെ പണവും കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ബിൽ കുടിശ്ശികയിൽ ഓഡിറ്റ് ചെയ്ത ശേഷം ബാക്കി നൽകാനുള്ള തുകയും പിന്നീട് അനുവദിക്കുമെന്നാണ് അറിയുന്നത്. സമരം മൂലം റേഷൻ വിതരണ രംഗത്ത് പ്രതിസന്ധി ഇല്ലെന്നും 49% കാർഡ് ഉടമകൾക്കും ഇതുവരെ റേഷൻ നൽകിയതായി മന്ത്രി GR അനിൽ വ്യക്തമാക്കി. അതേസമയം റേഷൻ വാതിൽപ്പടി വിതരണക്കാർക്ക് 50 കോടി രൂപ അനുവദിച്ചതായി ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. നാളിതുവരെ ഗൗരവമായ ഒരു പ്രശ്നവും റേഷൻ മേഖലയിൽ ഉണ്ടായിട്ടില്ലെന്നും റേഷൻ കടകളിൽ 1.5 മാസത്തേക്കുള്ള സ്റ്റോക്ക് ഉള്ളതിനാൽ സമരം സാധാരണക്കാരെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2 മാസത്തെ തുക കുടിശ്ശികയായതോടെ ഈ മാസം ആദ്യം മുതൽ സമരത്തിലായിരുന്നു വാതിൽപ്പടി വിതരണക്കാർ. പല റേഷൻ കടകളിലും ആവശ്യക്കാരെ മടക്കി അയക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നും റേഷൻ കട ഉടമകൾ ആരോപിക്കുന്നു.